അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ വിമാനത്തിലെ നഗ്ന നൃത്തം. ഭാഗ്യവാന്മാരായ ചിലർ അത് കണ്ടു, ചിലർക്ക് കാണാൻ പറ്റിയില്ല. ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനമാണ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയത്. അവിടുത്തെ ക്യാബിൻ ക്രൂവിലെ ഒരാൾ, അയാൾ ലഹരിക്ക് അടിമയാണ്, മദ്യപിക്കുന്ന ആളാണ് എന്നാണ് വാർത്ത വരുന്നത്. ബിസിനസ് ക്ലാസ് ശുചിമുറിയിലാണ് നഗ്ന നൃത്തം ഉണ്ടായത്. പലരും ശുചിമുറി പോയി വാതിൽ തുറക്കുകയും അടയ്ക്കുകയും മടങ്ങി സീറ്റിൽ പോയി ഇരിക്കുകയും ചെയ്യുന്നു. ശുചിമുറി കയറുന്നില്ല. പലരും അങ്ങോട്ട് ചെന്നിട്ട് പോകുന്ന കണ്ടപ്പം ക്യാബിൻ ക്രൂവിലെ ലേഡീസ് പോയി നോക്കിക്കഴിഞ്ഞപ്പം തുണി ബന്ധമില്ല. അവരുടെ തന്നെ സഹപ്രവർത്തകനാണ് ഒരു തുണിയില്ലാതെ ആ ശുചിമുറിയിൽ നിന്ന് നൃത്തം ചെയ്യുന്നതാണ് കണ്ടത്. അവർ പെട്ടെന്ന് വാതിലടച്ചു. മറ്റുള്ളവരെ അറിയിച്ചു, പൈലറ്റിനെ അറിയിച്ചു. എന്ത് ചെയ്യാനൊക്കും? ഇത് നാണക്കേടാണ്, മാനക്കേടാണ്. അതുകൊണ്ട് ഇയാളെ ശുചിമുറിയിൽ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി കുറേ നേരം. അതിനുശേഷം അവര് ആ ക്യാബിൻ ക്രൂവിനെ അടുത്ത് കൊണ്ട് നിർത്തി. ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. 25-ാം തീയതി ഞായറാഴ്ചയാണ് ഈ സംഭവം. ഇതുപോലെ ക്യാബിൻ ക്രൂ അടിച്ച് പോസാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇയാൾ ലഹരിക്കടിമയാണ്, നല്ല മദ്യപാനിയാണ് എന്ന് പറയുന്നു. യാത്രക്കാരനായിരിക്കും എന്ന് ആദ്യം ഇവർ ധരിച്ചത്. പിന്നീട് അത് മനസ്സിലായി ഞങ്ങളുടെ കൂടെ തന്നെ ഒരാളാണല്ലോ. ആ വാതിൽ തുറന്നു കഴിഞ്ഞപ്പം അയാളുടെ പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് മുഖം കണ്ടില്ല. പെട്ടെന്ന് ക്യാബിനിലെ ആ ലേഡി ക്രൂ അവര് വാതിലടച്ചു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പൈലറ്റ് ആയിട്ട് സംസാരിച്ചു. അതിനുശേഷം ഇയാളെ അവിടുന്ന് വെളിയിലിറക്കാതെ, വെളിയിൽ ആരെയും കാണിക്കാതെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഉടുപ്പ് ധരിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും അയാളെ ക്യാബിനിൽ തന്നെ അവര് എവിടെയോ ഒതുക്കി അയാൾക്ക് ഏതോ വസ്ത്രങ്ങൾ കൊടുത്തു. അയാള് ആ മൂമെന്റിൽ നിന്ന് മാറാനും ആ ആസ്വാദനത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറാകാതെ നിൽക്കുന്നതാണ് അവർക്ക് മനസ്സിലായത്. അധികം പേര് കാണാതെ ഇയാളെ അവർ മറച്ചു, ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. ഇത് ലോകം മുഴുവൻ വാർത്തയായി. വിമാനത്തിന്റെ ക്യാബിൻ ക്രൂവിന്റെ നഗ്ന നൃത്തം ആരും കണ്ടിട്ടില്ല. 2, 3, 4 പേരാണ് ആ ബിസിനസ് ക്ലാസ്സിലുള്ള യാത്രക്കാർ ഇത് കണ്ടത്. അവർ തന്നെ അതിശയിച്ചു പോയി. അവർ വിചാരിച്ച ഏതെങ്കിലും യാത്രക്കാരാണ്. സാധാരണ യാത്രക്കാര് അവിടെ നിന്ന് ലിക്കറൊക്കെ ചില എയർവേസുകൾ സെർവ് ചെയ്യും ഫ്ലൈറ്റില്. അത് അടിച്ച് ഫിറ്റായി. ഇവിടെ ദുബായിൽ നിന്ന് വരുന്ന ചില യാത്രക്കാർ നമുക്കറിയാം, ആ ലിക്കർ അടിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് പലപ്പോഴും പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഏതെങ്കിലും യാത്രക്കാരായിരിക്കും. നല്ല സാധനമൊക്കെ ഫ്ലൈറ്റിൽ കിട്ടിയാൽ അത് മാക്സിമം അവരെ അടിച്ച് ഇതുപോലെ കൂത്താടുന്ന മലയാളികൾ ധാരാളം പേരുണ്ട്. അവരെ ചിലരെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മലയാളി ആയിരിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. അതിനകത്ത് യാത്രക്കാരിലെ ബിസിനസ് ക്ലാസ്സിൽ മലയാളികളും ഉണ്ടായിരുന്നു. ഏതായാലും ബ്രിട്ടീഷ് എയർവേസിന് വലിയ നാണക്കേടായിപ്പോയി. മറ്റുള്ള എയർവേസിലെ ആൾക്കാരും ക്രൂവും എല്ലാവരും ഇത് അറിഞ്ഞു. ലോകം മുഴുവൻ വിമാനയാത്രയ്ക്ക് പോകുന്നവർ എല്ലാവർക്കും ഇത് മനസ്സിലായി. അപ്പൊ ചിലർ കമന്റ് ഇട്ടു, ചില ഭാഗ്യവാന്മാർ മാത്രമേ ഇത് കാണാൻ അവസരം ലഭിച്ചുള്ളൂ, ഇനി ഒട്ട് കാണാനും കഴിയില്ല. ഏതായാലും തുണിയില്ലാതെ, ഒരു കഷ്ണം തുണി പോലും ഇല്ലാതെ ആ ശുചിമുറിയിൽ കണ്ട ആ 3-4 ഭാഗ്യവാന്മാരോ നിർഭാഗ്യവാന്മാരോ അവര് ഈ വാർത്ത വെളിയിലേക്ക് വിട്ടു. അവിടുത്തെ ക്രൂ ആരും ഇത് വെളിയിൽ പറഞ്ഞില്ല. പക്ഷെ യാത്രക്കാരിൽ നിന്ന് വാർത്ത വെളിയിൽ പോയി, ലോകം മുഴുവൻ അറിഞ്ഞു. ഏതായാലും നഗ്ന നൃത്തം ഈ എയർവേസിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിനകത്ത് നടന്നു എന്നുള്ള വാർത്ത വളരെ സത്യമാണ്. അതിനകത്തൊരു കള്ളക്കഥയില്ല എന്ന് മനസ്സിലായി. കാരണം 4-5 യാത്രക്കാരാണ് അത് കണ്ടിരിക്കുന്നത്. ഏതായാലും അത് ഒതുക്കി തീർക്കാനുള്ള നടപടി, അയാൾക്കെതിരായിട്ടുള്ള നടപടികളും ബ്രിട്ടീഷ് എയർവേസ് ആരംഭിച്ചു കഴിഞ്ഞു.